ഞാൻ ആ റോഡിലൂടെ 4 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനും ഡ്രൈവറും മാത്രം, ഒരു പ്രാവശ്യം 3-4 അച്ഛന്മാരുടെ കൂട്ടത്തിൽ, 2 പ്രാവശ്യം ഞാനും ഡ്രൈവറും തന്നെ. അങ്ങനെ റോഡില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും അറിയാവുന്ന ആളുകൾ. പിന്നെ റോഡുണ്ട്, വയസ്സ് 90 അടുത്തു. എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമെന്ന് പറഞ്ഞാൽ യാതൊരു ഭയവുമില്ല. ഭയം എന്നെ ജീവിതത്തിൽ ഇവരെ തൊട്ട് തിരിച്ചിട്ടില്ലാത്ത ഒരു വികാരമാണ്. ഇനിയും ഇങ്ങനെയുള്ള സമരങ്ങളിൽ ഞാൻ പങ്കെടുക്കും. എന്ത് ചെയ്താലും ആ ശിക്ഷയെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് കഷ്ടപ്പാടിനും പ്രയാസനും ഞാൻ സന്നദ്ധനാണ്. ഇത്രയേറെ പൊതുജന പിന്തുണ ഉണ്ടാകും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ശക്തമായിട്ട് അവരോട് പറഞ്ഞു, ഞാനവരെ ആശ്വസിപ്പിച്ചു, ഒന്നും ഭയപ്പെടേണ്ടതില്ല, എന്ന് ഭയപ്പെടാനോ എനിക്ക് അധികം ആയുസൊന്നുമില്ല. നമ്മളെല്ലാം മരണത്തെ നേരിട്ട് കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ആലുവ മൂന്നാർ രാജപാത ലോ റേഞ്ചിൻ്റെയും ഹൈ റേഞ്ചിൻ്റെയും പ്രത്യേകിച്ച് കോതമംഗലത്തിൻ്റെയും ഒക്കെ വികസനത്തിന് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ഉതകുന്ന ഒരു പാതയാണത്. എന്നാൽ വനംവകുപ്പ് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ മൂലം ആ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു റോഡേ ഇല്ല എന്നൊരു നിലപാടാണ് വനംവകുപ്പ് എടുത്തിരിക്കുന്നത്. എന്നാൽ ചരിത്ര രേഖകൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ അത് PWD റോഡ് തന്നെയാണ്. ഈ കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു സമരം ഈ രാജപാതയുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് അരങ്ങേറുകയുണ്ടായി. ഏകദേശം 3000-ഓളം ജനങ്ങളാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഈ രാജപാത വീണ്ടും അത് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തത്. ആ സമരത്തിൽ ജനങ്ങളെ ആവേശഭരിതമാക്കിയ ഒരു കാര്യമുണ്ട്. കോതമംഗലത്തിൻ്റെ മുൻ അധ്യക്ഷൻ അഭിമന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്, അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ കോതമംഗലത്തിൻ്റെ മാത്രമല്ല എറണാകുളം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയിൽ വളരെ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ്. അദ്ദേഹവും ആ ഒരു സമരത്തിൽ ജനങ്ങൾക്കൊപ്പം അണിനിരന്ന ഒരു കാഴ്ച ജനങ്ങളെ വളരെയധികം ആവേശഭരിതമാക്കി. എന്നാൽ പിന്നീട് ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ, ജനങ്ങൾക്കൊപ്പം നിലകൊണ്ടതിൻ്റെ പേരിൽ അഭിമന്യ പിതാവിനെതിരെ വനംവകുപ്പ് കേസെടുക്കുന്നു. പിന്നീട് അത് വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾക്ക്, വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. ശക്തമായ പ്രതിഷേധവുമായി വിശ്വാസി സമൂഹം മുന്നോട്ട് വരികയും ചെയ്തു. ഇന്ന് ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാനുള്ളത് അഭിമന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് തന്നെയാണ്. ഏത് സാഹചര്യത്തിലാണ് പിതാവ് ആ ഒരു സമരത്തിൻ്റെ ഭാഗമായത്? ഈ റോഡിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട്? ഈ റോഡ് ആ പ്രദേശത്തെ ജനങ്ങളുടെ വികസനത്തിൽ, ഒരു ഭൗതികമായിട്ടുള്ള വികസനത്തിൽ എത്രത്തോളം നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കും? ഒപ്പം തന്നെ ചില രേഖകളുടെ അടിസ്ഥാനത്തിലും പിതാവ് ഈ റോഡുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളും ഷെക്കേന ന്യൂസുമായി പങ്കുവയ്ക്കുകയാണ്. പിതാവെ, ഏറ്റവും സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുകയാണ്. പിതാവ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മാർച്ച് 16-ാം തീയതി അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ആവേശഭരിതമാക്കിയത് അങ്ങയുടെ ഒരു സാന്നിധ്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് രാജപാതയുമായി ബന്ധപ്പെട്ട് നടന്ന ആ ഒരു സമരത്തിൽ പിതാവ്, നമുക്കറിയാം 90 വയസ്സിനോട് അടുക്കുന്നു. ഒപ്പം തന്നെ പിതാവിൻ്റെ ഒരു ആരോഗ്യാവസ്ഥ. പക്ഷേ എന്നിട്ടും പിതാവ് ജനങ്ങൾക്കൊപ്പം, എനിക്ക് തോന്നുന്നു ഏകദേശം 2 കിലോമീറ്ററോളം ആ പാതയിലൂടെ നടന്നു. ഏത് സാഹചര്യത്തിലായിരുന്നു പിതാവ് ആ ഒരു സമരത്തിൻ്റെ ഭാഗമാകാൻ പിതാവ് തീരുമാനമെടുക്കുന്നത്? സമരം നടത്തുന്നത് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾക്ക് ആവശ്യമായ റോഡ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടതായ ഒരു റോഡാണിത്. ആ റോഡ് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പേരിൽ അത് തുറന്ന് കൊടുക്കാതെ വരുന്നു എന്ന് കണ്ടു. അപ്പോൾ അതിനെതിരായിട്ട് ജനങ്ങളിൽ ഒരു സമരം സംഘടിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നുമില്ല, സർക്കാരിന് ഒരു അവബോധം ഉളവാക്കുന്നതിന് വേണ്ടിയിട്ട് സമരം ഉണ്ട്. ഇതിൽ വരണം, ജനങ്ങളോട് സംസാരിക്കണം എന്നെല്ലാം അവർ നാട്ടിലെ ആളുകൾ എന്നോട് പറഞ്ഞു. പൂയംകുട്ടിയിൽ ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ മുഴുവനും എനിക്ക് വളരെ പരിചിതമാണ്. ഇടുക്കിയും കോതമംഗലം, തൊടുപുഴ, മൂവാറ്റുപുഴ താലൂക്കുകളെല്ലാം എനിക്ക് വളരെ പരിചിതമാണ്. അവിടുത്തെ ഏത് മുക്കിലും മൂലയിൽ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും വളരെ വ്യക്തമായിട്ട് അറിയാം. ഏതായാലും എന്നോട് സംഘാടകർ പറഞ്ഞു, ഒന്ന് വരണം, മീറ്റിങ്ങിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. മീറ്റിങ്ങിൽ നമ്മുടെ MP ഡീൻ കുര്യാക്കോസ് ഉണ്ട്, നമ്മുടെ MLA ആൻ്റണി ജോണുണ്ട്, മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനുണ്ട്, പിന്നെ കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് ഉണ്ട്. ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. തിരുമേനി കൂടി ഒന്ന് വരണം, പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ അവരുടെ ജനങ്ങളുടെ ആഗ്രഹമായതുകൊണ്ട് ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് പോയെന്നേ ഉള്ളൂ. മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനുള്ള കാരണം എനിക്കിതേക്കുറിച്ച് അറിയാം. മാത്രമല്ല, ഞാൻ ആ റോഡിലൂടെ 4 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനും ഡ്രൈവറും മാത്രം,
ഒരു പ്രാവശ്യം 3-4 അച്ഛന്മാരുടെ കൂട്ടത്തിൽ 2 പ്രാവശ്യം ഞാനും ഡ്രൈവറും തന്നെ ജീപ്പിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. കോതമംഗലത്ത് നിന്നും പോയിൻകുട്ടി കൂടി മാങ്കുളം വരെ പോയി. മാങ്കുളത്ത് നിന്നും പിന്നെ ഞങ്ങൾ വിരുവാറ് കൂടിയിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് കൂടി മൂന്നാറിന് പോയി. മൂന്നാറിൽ നിന്ന് തിരിച്ച് അടിമാലി കൂടി തിരികെ വരികയും ചെയ്തു. അപ്പോൾ കൃത്യം എനിക്ക് വഴി അറിയാം. ഒറ്റയ്ക്ക് വേണമെങ്കിൽ അതിൽ വണ്ടിയൊക്കെ ഓടിച്ചു. ഞാൻ വണ്ടി ഓടിക്കാതിരുന്ന ഒരാൾ ജീപ്പ് ഓടിച്ച് പോയിക്കൊണ്ടിരുന്നതാണ്. ഒറ്റയ്ക്ക് അതിൽ പോകാനായിട്ട് എനിക്ക് സാധിക്കും. വഴി അറിയാം. ഈ വഴിയെക്കുറിച്ചൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് എനിക്ക് അവർ വിളിച്ചപ്പോൾ താല്പര്യം തോന്നി ഞാൻ പോയതാണ്. എനിക്ക് അറിയാവുന്നൊരു കാര്യം, ആ വഴിയിൽ പലയിടത്തും പഴയ കരിങ്കുകൾ, പണ്ടത്തെ റോഡിൻ്റെ പേര് ആലുവ മൂന്നാർ രാജപാത എന്നായിരുന്നു. പിന്നീട് അത് PWD റോഡാക്കി. PWD റോഡാക്കിയപ്പോൾ അവർ പറഞ്ഞ കാര്യം, PWD പഴയ റോഡിൻ്റെ വലിപ്പം തന്നെ ഉണ്ട്, കൃത്യമുണ്ട്, മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. PWD റോഡാണത്. PWD റോഡിലോട്ട് കടന്ന് കയറാൻ അവകാശമില്ല. PWD റോഡുണ്ട്. PWD റോഡാണ് ഈ പോയിൻകുട്ടി നിന്ന് പെരുമ്പങ്കുത്ത് വരെ, പെരുമ്പങ്കുത്തിൽ നിന്ന് മൂന്നാർ വരെ പോകുന്ന PWD റോഡ്. അതിന് റോഡില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും അറിയാവുന്ന ആളുകൾ. റോഡുണ്ട്. ആരുടെയോ ഏതോ താല്പര്യത്തിന് ഒരു റോഡില്ല എന്ന് പറയുന്നതാണ്. റോഡുണ്ട്. റോഡിനെ കുറിച്ചുള്ളതായ അറിവുകൾ എനിക്ക് ഈ രേഖകളിൽ നിന്ന് കിട്ടി. പല പ്രാവശ്യം ആ റോഡിൻ്റെ ഭാഗം, പ്രത്യേകിച്ച് പോയിൻകുട്ടി മുതൽ കുറച്ച് കിലോമീറ്റർ വനംവകുപ്പ് അടച്ചു. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ ആ പ്രദേശത്ത് സർവേ നടത്തണം, റോഡ് PWD റോഡ് മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ സമ്മതിച്ചില്ല. വനംവകുപ്പ് സമ്മതിച്ചില്ല എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തതെന്ന് ചോദിച്ചാൽ, ആ പ്രദേശം മുഴുവനും പോയിൻകുട്ടി മുതൽ, പോയിൻകുട്ടിയിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ആവറൂട്ടിൽ നിന്ന് പെരുമ്പക്കുത്ത്, ആ പ്രദേശം മുഴുവനും വനംവകുപ്പിൻ്റെ കൈയടക്കണം എന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. റോഡിൻ്റെ കാര്യം പറയുമ്പോൾ മൂന്നാറിൽ നിന്നും മറയൂർ ഉടുമാൽപേട്ടയ്ക്ക് റോഡുണ്ട്. കാട്ടിന് നടുക്കൂടി ആ റോഡ്, നഗരങ്ങളിലൂടെയല്ല. അപ്പോൾ പോയിൻകുട്ടി മുതൽ മാങ്കുളം വരെ റോഡും കാടല്ല. ആവറൂട്ടി കഴിഞ്ഞാൽ മുതുവാന്മാരുടെ ഒരു കുടിയുണ്ട്, മുതുവാൻകുടി. 100 കുടുംബങ്ങളെങ്കിലും അവിടെയുണ്ട്. ശേഷം പെരുമ്പക്കുത്തുമാർ പ്രദേശം ഒത്തിരി മറ്റ് ജനവാസമുള്ള സ്ഥലങ്ങളാണ്. ജനവാസമുള്ള സ്ഥലങ്ങൾ ബന്ധിക്കുന്ന റോഡ് അടയ്ക്കണമെന്നുള്ളത് ഏതോ ഗൂഢ താല്പര്യത്തിൻ്റെ പരമായിരിക്കാനും മാർഗമുള്ളൂ എനിക്ക് തോന്നി. എന്നാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചത്. പിതാവെ, ഈ വനവകുപ്പ് പിതാവ് പറഞ്ഞതുപോലെ അവരുടെ ഒരു വാദഗതി എന്ന് പറയുന്നത് ഇങ്ങനൊരു റോഡില്ല, അല്ലെങ്കിൽ 1924 വെള്ളപ്പൊക്കത്തിൽ റോഡ് ഒലിച്ചു പോയി, അല്ലെങ്കിൽ തന്നെ ഈ 27 കിലോമീറ്റർ ഭാഗം അത് റോഡിനായിട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആനശല്യം ഉണ്ടാവും, വന്യമൃഗശല്യം, അങ്ങനെയൊക്കെയുള്ള വാദഗതികളാണ് വനവകുപ്പ് ഉന്നയിക്കുന്നത്. അപ്പോൾ അതിനെ ఖండిക്കാൻ രേഖകൾ നമ്മുടെ കൈവശമുണ്ട്, ചരിത്ര രേഖകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. ആനകളുടെ ഉപദ്രവത്തെക്കുറിച്ച് പറയുമ്പോൾ നേര്യമംഗലം അതും പോകുന്ന റോഡുണ്ട്, ചുരുളി കീരിത്തോട് പോകുന്ന റോഡിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. ആനകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോയപ്പോൾ 3 ആനകൾ റോഡിൻ്റെ ആനകളൊന്നും ചെയ്തില്ല. ഞാൻ വളരെ ശാന്തമായിട്ട് അവിടെ ഇരുന്നു. ആനകൾ കടന്നുപോയി, ഞാനും കടന്നുപോയി. ഞാൻ പല പ്രാവശ്യം ആനകളെയും മ്ലാവുകളെയും ഒക്കെ വഴിയിൽ കണ്ടിട്ടുണ്ട്. കാടായിരുന്നു. അപ്പോൾ കാട്ടിലൂടെ യാത്ര ചെയ്യാം. അപ്പോൾ കാട്ടിലൂടെ ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ തൊടുപുഴയിൽ നിന്നും പോകുന്ന വഴി, അറക്കുളം കൂടി കുളമാവ് കൂടി പോകുന്ന വഴി, അതും കാടിനടുത്ത് കൂടിയാണ് പോകുന്നത്. മറയൂരിൽ നിന്നും ഉടുമാൽപേട്ടയ്ക്ക് പോകുന്ന വഴി കാടിനടുത്ത് കൂടിയാണ് പോകുന്നത്. അല്ലെങ്കിൽ വന്യമൃഗങ്ങളെല്ലാം ഉണ്ട്. വന്യമൃഗങ്ങൾ ഒരു ശല്യമില്ല. മനുഷ്യന് വന്യമൃഗങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയാമെങ്കിൽ വന്യമൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയിരിക്കുകയല്ല. മലയാളികൾക്കൊരു ഒരു ദൗർബല്യമുണ്ട്. വന്യമൃഗങ്ങളാകുമ്പോൾ കോലാഹലം ഉണ്ടാക്കും, കൂക്കുവിളിയും ഒച്ച തീയൊക്കെ ചെയ്യും. വന്യമൃഗങ്ങൾ പിടിച്ചു പോകും, കൊണ്ട് ആക്രമിക്കുന്നത്. വന്യമൃഗങ്ങളും മനുഷ്യനുമായിട്ട് സമാധാനത്തിൽ ജീവിക്കുന്ന നാടുകളുണ്ട്. തമിഴ്നാട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, കോട്ടഗിരിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഞാൻ വലിയ പോത്തിനെയും ആനയെയും പോലും കണ്ടിട്ടുണ്ട്. ഒരു ശല്യമില്ല. അപ്പോൾ നമ്മൾ രണ്ടും ഒരു തരം സമവായത്തിരുന്നവരുടെ സ്വൈര്യമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് പഠിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് വനം വകുപ്പിൽ ആ റോഡ് തുറന്നു കൊടുക്കുന്നുണ്ട് വന്യമൃഗങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുകയില്ല, മനുഷ്യർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കുകയും ചെയ്യും. വനം വകുപ്പിന് ദുശാഠ്യം എന്നല്ലാതെ ഞാനൊന്നും കാണുന്നില്ല. കാരണം ഒരു നാൾ ഈ നാട്ടിലൂടെ മുഴുവനും യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ മൂന്നാർ മുതൽ കൊച്ചി വരെ തേയില കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വഴിയാണിത്. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ആന അന്നും ഉണ്ടായിരുന്നു, ഇന്നും ആനയുണ്ട്. അതുകൊണ്ട്
ആ വാദം നിലനിൽക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വനം മാത്രമല്ല, വനംവകുപ്പിന് കൈയടക്കാൻ പണ്ടത്തെ PW റോഡുകൾ അതേപടി നിലനിന്നുകൊള്ളണമെന്നാണ് 1980 ഗവൺമെൻറ് ഓർഡർ, നിയമം. എല്ലാ റോഡുകളെല്ലാം അതിന് ശേഷം വന്ന റോഡുകൾ, പഴയ റോഡുകൾ PW റോഡായിട്ട് നിലനിന്നുകൊള്ളണം എന്നാണ് ഗവൺമെൻറ് ഓർഡർ. എല്ലാ കടലാസ് എൻ്റെ കയ്യിലുണ്ട്, വെറുതെ പറയുകയല്ല. അപ്പോൾ അത് എന്നിട്ട് ആ റോഡൊന്നും ഇല്ല എന്ന് വ്യാജേന വനം വകുപ്പ് മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും കൊടുക്കാവുന്ന കാര്യമല്ല. അപ്പം പിതാവേ, അതായത് ഇത് PWD റോഡാണ് എന്ന് കൃത്യമായി ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്ന രേഖകൾ നമുക്കുണ്ട്? ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, 1-2 ഉദാഹരണങ്ങൾ പിതാവെന്ന് പങ്കുവയ്ക്കാം. പിതാവ്, ഈ റോഡ് ഉണ്ടാക്കിയ ഉദാഹരണം കോതമംഗലത്ത് നിന്നും ഞായപ്പള്ളി കുട്ടമ്പുഴ പൂയംകുട്ടി റോഡ് ഉണ്ടാക്കി. അത് ഗവൺമെൻറ് റോഡാണത്, PW റോഡാണത്. ആ PW റോഡിന് ഒട്ടും വീതി കൂട്ടിയിട്ടില്ല. അന്നുണ്ടായിരുന്ന പഴയ ഗവൺമെൻറ് രേഖകളിലെ വീതി കൃത്യം അതുപോലെ പാലിച്ചുകൊണ്ട് പക്ക റോഡാണ് ഈ പൂയംകുട്ടി വരെയുള്ള റോഡ്. നമ്മൾ മന്ത്രി റിയാസാണ് നവീകരിച്ചത്. അതുപോലെ അതേപോലെ തന്നെ അത്രയും വീതി സൗകര്യം മുമ്പോട്ടുള്ള റോഡിനുണ്ടായിരുന്നു. പക്ഷെ அவங்க കടത്തിവിടുന്നില്ല. സർവേ നടത്തുവാൻ പോലും അംഗീകരിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വനം വകുപ്പ് PWD വകുപ്പിന് വനം സർവേ നടത്താൻ സമ്മതിക്കുകയില്ല, നവീകരിക്കാനായിട്ട് സമ്മതിക്കുകയില്ല, മെച്ചപ്പെടുത്താൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് റോഡ് അങ്ങനെ കിടക്കുന്നത്. ആ റോഡ് മുഴുവൻ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ശരിയല്ല. 1924 വെള്ളപ്പൊക്കം, 99 വെള്ളപ്പൊക്കത്തിൽ അവിടെ ഇവിടെയും ചില സ്ഥലങ്ങളിലെല്ലാം കേടുവന്നു. ഞാൻ ഇവിടെ കാണിച്ചു തന്നിരുന്നു ചില പടങ്ങളെല്ലാം. അനുസരിച്ച് അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ കേടുപാടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പുള്ള റോഡ് ഗുണമായത് കാണാവുന്ന റോഡ് കേടുവന്നതാണ്. പക്ഷെ അത് നവീകരിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി പോകാവുന്ന. ഞാൻ ഈ റോഡിലൂടെ പോയിട്ടുള്ളതാണ്. അതായത് ഈ പറയത്തക്ക കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല അല്ലേ? പറയത്തക്ക കേടുപാട് സംഭവിച്ചിട്ടില്ല. അവിടെയും ഇവിടെ ചില സ്ഥലങ്ങൾ ഒലിച്ചു പോയി എന്നേ ഉള്ളൂ. അന്ന് റാണി ലക്ഷ്മിഭായി ആയിരുന്നു കേരളത്തിലെ ഭരണകർത്താവ്. റാണി ലക്ഷ്മിഭായി കാണാനായിട്ട് കോതമംഗലം MLA ചെന്നു. കോതമംഗലം ലക്ഷ്മിഭായി കണ്ടു. റാണിയോട് പറഞ്ഞു, തിരുമേനി ഈ റോഡ് ഒലിച്ചു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, പുതിയ റോഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കാരണം ഈ MLAക്ക് സ്വന്തമായിട്ട് ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. വാടറ മുതൽ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ മന്നാങ്കണ്ടം, മച്ചിപ്ലാവ്, പിന്നെ കല്ലാറ് പ്രദേശങ്ങളിലെല്ലാം MLAക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കുമൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു. സ്ഥലങ്ങളുള്ളതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുമായിരുന്നുള്ളതുകൊണ്ട് റാണിയുടെ അടുത്ത് സ്വാധീനം ചെലുത്തി പുതിയ റോഡ് ഉണ്ടാക്കിയത് നല്ലതാണ്. നേര്യമംഗലം വഴിയുള്ള റോഡ്, നേര്യമംഗലം വാടറ, മച്ചിപ്ലാവ് വഴിക്ക് അടിമാലി, മൂന്നാർ റോഡ്. ആ റോഡ് 1924 തുടങ്ങി 1927 പൂർത്തിയാക്കി. അപ്പോൾ അന്ന് പഴയ റോഡ് നവീകരിക്കാൻ ബുദ്ധിമുട്ട് അവർ പറഞ്ഞത് അതെല്ലാം മുഴുവൻ ഒഴിച്ചു പോയില്ലായിരുന്നു. ചെറിയ ഒരു വ്യാജം സ്വന്തം താല്പര്യത്തിൻ്റെ പേരിൽ പറഞ്ഞ് ആകാമെന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെ ഞാൻ സംശയിക്കുന്നു. കാരണം പഴയ റോഡ് നന്നാക്കി കഴിഞ്ഞാൽ ഈ റോഡ് വരികയില്ല. ഈ റോഡ് വന്നില്ലെങ്കിൽ ഗുണമുണ്ടാകില്ല. നേര്യമംഗലം പാലം ഉണ്ടാക്കിയതും റോഡുണ്ടാക്കിയതും ആ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് 3 കൊല്ലം എടുത്ത് റോഡുണ്ടാക്കാനായിട്ട് ഗുണമുണ്ടായി. പക്ഷെ പഴയ റോഡിന് കയറ്റം വളരെ കുറവാണ്. ഇവിടെ ഒരിടത്ത് കൊടുത്തിട്ടുണ്ട് കയറ്റം 40 അടി ഒക്കെ ഉള്ളൂ. സ്ലോപ്പ് വളരെ ശാന്തമായിട്ട് പോകുന്ന റോഡാണ്. പുഴയുടെ കരക്കൂടിയാണെന്ന് പറയാം. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പുഴയുടെ സൈഡിൽ കൂടെ പോയി ആ റൂട്ടിൽ ചെന്ന് അവരുടെ ചെറിയൊരു ചിപ്പാത്ത് വരുന്ന അവിടെ ജീപ്പ് കടന്നു പോകും. അതിൽ പോയി മുതുവാങ്കുടി വഴി പെരുമ്പംകുത്ത്, അതെല്ലാം കയറ്റമില്ല. പിതാവ് നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് കോതമംഗലത്തിൻ്റെയും മൂവാറ്റുപുഴയും തൊടുപുഴയുടെയൊക്കെ ഒരു പൾസറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങ്. എനിക്ക് തോന്നുന്നു നിലവിലെ ഏത് ജനപ്രതിനിധിയേക്കാളും ഈ നാടിൻ്റെ മുക്കും മൂലയും അറിയാം, നാടിൻ്റെ വികസനത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് അങ്ങേക്കുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ റോഡ് വീണ്ടും ഒരു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖലയിലെ ജനങ്ങൾക്കുണ്ടാകുന്ന വികസനപരമായിട്ടുള്ള ആ ഒരു പുരോഗതി എത്രത്തോളം ഉണ്ടാകും? മൂവാറ്റുപുഴ, തൊടുപുഴ, കോതമംഗലം, ഹൈറേഞ്ച് പോലുള്ള മേഖലകൾക്ക് ഈ നാട്ടിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ടൂറിസം. ആ വഴിക്ക് വളരെയധികം കാഴ്ചകളുണ്ട്. മലയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് മാങ്കുളം, ആനക്കുളത്ത് മിക്കവാറും എല്ലാ ദിവസവും തന്നെ ആന കുളിക്കുന്നത് കാണാനായിട്ട് ടൂറിസ്റ്റ് വരാറുണ്ട്. ആനക്കുളത്ത് നല്ല മാങ്കുളം കൂടിയിട്ട് ലക്ഷ്മി എസ്റ്റേറ്റ് കൂടി മൂന്നാറിന് പോകും കാണാനായിട്ട് ഗവൺമെൻറ് ഇതിനെ ഏർപ്പെടുത്തിയിരുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾ മച്ചിപ്ലാവിൽ നിന്നും മല കയറി മാങ്കുളത്തിന് പോകാറുണ്ട്. ഈ റോഡാണ് അതിനേക്കാൾ വളരെയേറെ ടൂറിസ്റ്റ് സാധ്യതയുള്ള റോഡ്. ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. മാങ്കുളം, ആനക്കുളം, കുവൈറ്റ് സിറ്റി, ജോർജിയാറ്, വിരിപാറ എന്നെല്ലാമുള്ള ജനവാസ കേന്ദ്രങ്ങൾ അവിടെയുണ്ട്.
അതിനപ്പുറം മുതുവാന്മാരുടേതായ കുടിയുണ്ട്. കുടിയതെല്ലാം കടന്ന് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെ സൗകര്യമാണ്. കോതമംഗലത്ത് വരാനായിട്ട് ഈ മാങ്കുളത്ത് നിന്ന് 40 കിലോമീറ്ററേ ഉള്ളൂ. മറ്റേ വഴിക്ക് പോകണമെങ്കിൽ കല്ലാറ് കൂടിയിട്ട് അടിമാലി കൂടി വരണമെങ്കിൽ അടിമാലിക്ക് ഇവിടെ നിന്ന് 40 കിലോമീറ്ററാണ് കോതമംഗലം അടിമാലി. അവിടെ നിന്ന് കല്ലാറ് കൂടി പോകണമെങ്കിൽ 70 കിലോമീറ്റർ വരും മാങ്കുളത്തിന് പോകണമെങ്കിൽ. അപ്പോൾ കോതമംഗലം, അടിമാലി, കല്ലാറ്, മാങ്കുളം വളരെ ദൈർഘ്യമേറിയ. പക്ഷേ ഈ വഴിക്കാണെങ്കിൽ 40 കിലോമീറ്റർ അല്പം കൂടി കൂടുതലുണ്ടാവും. ഇത്രയേ ഉള്ളൂ. അല്പം കൂടി ഉണ്ടാവും. ഗവൺമെൻറ് ഈ ടൂറിസം പദ്ധതി ഉണ്ടാക്കിയിട്ടനുസരിച്ച് മച്ചിപ്ലാവിൽ മല കയറിയാണെങ്കിൽ മാങ്കുളത്തിന് പോകാനായിട്ട് ട്രാൻസ്പോർട്ട് ബസ് ഇടുന്നുണ്ട്. ബസ്സിന് കയറി ധാരാളം ടൂറിസ്റ്റ് പോകുന്നുണ്ട്. മറിച്ച് ഈ റോഡ് വരികയാണെങ്കിൽ വരികയാണെന്ന് വെച്ചാൽ റോഡുണ്ട്, ഇവിടെ റിപ്പയർ ചെയ്ത് വണ്ടി യാത്ര അനുവദിക്കുകയാണെങ്കിൽ ടൂറിസ്റ്റുകൾക്കെല്ലാം പോകാനായിട്ട് വളരെ സൗകര്യമായിരിക്കും. ടൂറിസ്റ്റിന് ഒത്തിരി ഗുണമുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കുന്ന മാങ്കുളം, മച്ചിപ്ലാവ്, മാങ്കുളം, ആനക്കുളം, കുവൈറ്റ് സിറ്റി പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വളരെയേറെ ഉപകാരം ഉണ്ടാകും. അതുകൊണ്ട് പല തരത്തിൽ ഒന്ന് ജനങ്ങളുടെ ആവശ്യം, വ്യാപാര സാധ്യതകൾ, ജനങ്ങളുടെ യാത്രാ സൗകര്യം, ടൂറിസം, ഈ തരങ്ങളിലെല്ലാം നോക്കുമ്പോൾ വലിയ സാധ്യതകൾ ഉണ്ട് ആ റോഡിന്. ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ റോഡ് പഴയ റോഡാണ്, പഴയ ഓർമ്മയാണ്. അപ്പോൾ പ്രവർത്തിക്കാനായിട്ട് റോഡ് ബ്രിട്ടീഷുകാരത്തുണ്ടാക്കിയ റോഡ് പുനരുദ്ധരിക്കണം. അത് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം അത് ചില സ്ഥലങ്ങളിലൊക്കെ കേട് വന്നിട്ടുണ്ടെന്നല്ലാതെ ആകമാനം മുഴുവൻ പോയിട്ടൊന്നുമില്ല ആ റോഡ്. ഞാൻ പല പ്രാവശ്യം 4 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് ആ റോഡിലൂടെ. ഈ കൃത്യം അറിയാം ആ റോഡിന് എവിടെ കേടുണ്ട്, എവിടെ കേടില്ല എന്ന്. ഹൈറേഞ്ചിലെ സർവ്വ റോഡുകളെക്കുറിച്ച് എനിക്ക് നല്ല പരിചയമുണ്ട്. ഹൈറേഞ്ചിലെ പല റോഡുകളേക്കാൾ നല്ല റോഡാണ് ഈ റോഡ്. ഇന്നും വീണ്ടും അത് നവീകരിക്കാതെ, മെച്ചപ്പെടുത്താതെ, ഇപ്പോൾ കോതമംഗലം മുതൽ പൂയംകുട്ടി വരെ റോഡ് നവീകരിച്ചതുപോലെ അത്രയും വീതി വേണമെന്ന് പറയുന്നത് നല്ല വീതിയിലാണ് മന്ത്രി റിയാസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പൂയംകുട്ടി മുതൽ മാങ്കുളം വരെയെങ്കിലും നാട്ടുണ്ടാകും. മാങ്കുളം മുതൽ കലാറിലോട്ട് നല്ല റോഡുണ്ട്. മാങ്കുളം മുതൽ ലക്ഷ്മി എസ്റ്റേറ്റ് കൂടി മൂന്നാറിന് നല്ല റോഡുണ്ടാക്കുകയാണെങ്കിൽ ടൂറിസ്റ്റിൻ്റെ വലിയ പ്രവാഹം തന്നെ ഉണ്ടാകും, ഒത്തിരി ഗുണമുണ്ടാകും. മാത്രമല്ല ആ വഴിക്ക് കൂടി കണ്ണന്തേവൻ തേയില കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ടാറ്റയുടെയാണ് തേയില കൊണ്ടുവരാനായിട്ട് സാധിക്കും. മറ്റു വിഭവങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഏലം, അതുപോലെ കാപ്പി എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ വലിയ വ്യാപാര സാധ്യതകളും ഇതുവഴി ഈ റോഡ് നവീകരിക്കുകയാണെങ്കിൽ ഉണ്ടാകും എൻ്റെ വിശ്വാസം. നമുക്കറിയാം പിതാവ്, ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കുടിയേറ്റ മേഖലകൾ കേന്ദ്രീകരിച്ച് വന്യമൃഗശല്യം വളരെയധികം രൂക്ഷമാകുന്നു. ബഫർ സോൺ പോലുള്ള വിഷയങ്ങൾ, അത്തരത്തിലുള്ള പല കാര്യങ്ങൾ വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അധികാരപരമായിട്ടുള്ള പല നടപടികളും. അപ്പോൾ അതിൻ്റെ ഒരു വശം, പിന്നെ നമുക്കറിയാം രാജപാതയുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് എടുത്തിരിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ ഈ നാട് കാടാക്കി മാറ്റുക എന്ന ഒരു നിഗൂഢ ലക്ഷ്യം ഇത്തരം വനവകുപ്പിൻ്റെ ഇത്തരം നടപടികൾ നമുക്ക് സംശയിക്കാൻ സാധിക്കും. അതായത് ജനങ്ങളെ നിശബ്ദമായിട്ടുള്ള ഒരു കുടിയിറക്കിനെ വിധേയമാക്കുക, അതൊക്കെ വനവിസ്തൃതി ഒരു അനീതിപരമായിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, ജനങ്ങളെ കുടിയിറക്കുക, അങ്ങനത്തെ ഒരു ലക്ഷ്യങ്ങൾ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ നമുക്ക് സംശയിക്കാൻ സാധിക്കും. സംശയിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. എങ്കിലും വനംവകുപ്പിൻ്റെ നീക്കങ്ങൾ കാണുമ്പോൾ ഏതോ നിഗൂഢ ലക്ഷ്യം അവർക്കുണ്ടോ എന്ന് സംശയിക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. 6-ാം മൈലിൽ പണ്ട് ആന ഇറങ്ങുമായിരുന്നു. 6-ാം മൈലെന്ന് വെച്ചാൽ നെയ്യമംഗലത്ത് നിന്നും 6 മൈൽ അങ്ങോട്ട് ചെല്ലുമ്പോഴുള്ള വളവാണ്. അവിടെ ആന ആളുകൾ ഓടിച്ചിട്ടുണ്ട്. ചില അച്ഛന്മാരെല്ലാം അവിടെ ഓടിച്ചിട്ടുണ്ട്. കാരണം പള്ളിയായിട്ട് വന്നിട്ട് എനിക്കറിയാം. അതിൽ കയറി പോവുകയാണെങ്കിൽ മുള്ളൂട്ടിയിലാണെങ്കിലും പഴംപള്ളിച്ചാൽ ആ പ്രദേശത്ത് ആനകളൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു. അവിടെ ആനകളെ ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി പോലെ കണ്ടിട്ടുണ്ട്. ജീവിതമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം സ്വന്തമായിട്ട് ആനയോട് പോകും. കുറച്ചുകൂടി പോവുകയാണെങ്കിൽ മാമലക്കണ്ടത്ത് ഈ 150 വീട്ടുകാർ താമസിച്ചിരുന്നു. ക്രിസ്ത്യാനികൾ, അല്ലാത്തവരുടെ അധികാരമുണ്ട് അവിടെ. ക്രിസ്ത്യാനികളുടെ കാര്യം ഞാൻ പറയുകയാണ്. 150 വീട്ടുകാർ. ഇന്ന് അവിടെ 50 വീട്ടുകാരേ ഉള്ളൂ. 100 വീട്ടുകാരോട് പോയി ഒരു കുടിയിറങ്ങിപ്പോയി. കാരണം ഈ ആന വീടിൻ്റെ പുറകിൽ വന്ന് മുട്ടും. ആനകളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചു. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ആനകൾ വർദ്ധിച്ചുകൊള്ളട്ടെ എന്നാണ് ഗവൺമെൻറ് ആഗ്രഹം, ഉദ്ദേശം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഓരോ വർഷവും വനത്തിൻ്റെ വിസ്തൃതി കൂടി എന്ന കണക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ജനങ്ങളുടെ ദുരിതം കൂടുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളുടെ ദുരിതം കൂട്ടി വനത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു താല്പര്യം, ഒരു നിഗൂഢ താല്പര്യം വനം വകുപ്പിനുണ്ടോ എന്ന്, ഗവൺമെൻറ്റിനുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. മറ്റു രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്.
അമേരിക്കയിലൊക്കെ ഒരു മാസം ഒക്ടോബർ മാസത്തിലാണെന്ന് എൻ്റെ ഓർമ്മ അനുവാദമുള്ളവർക്ക് ലൈസൻസ് ഉള്ളവർക്ക് ഈ വന്യമൃഗങ്ങൾ വെടിവെക്കാനായിട്ട് അനുവാദം കൊടുത്തിരുന്നു. വേറെ പ്രത്യേക അനുവാദമൊന്നും വേണ്ട, ആ ഒരു മാസം മുഴുവനും വന്യമൃഗങ്ങളെ കൊല്ലാമായിരുന്നു. കാരണം വന്യമൃഗങ്ങൾ കണ്ടമാനം കൂടി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നറിയാവുന്നതുകൊണ്ടാണ്. ജർമ്മനിയിൽ കണ്ടിട്ടുണ്ട്, അവിടെയും ഒരു മാസം വന്യമൃഗങ്ങൾക്ക് മാന് അതുപോലെ തന്നെ പക്ഷികൾ, ചില പക്ഷികൾ മലയണ്ണാന് തുടങ്ങിയ ഇതിനെല്ലാം വെടിവെച്ച് കൊല്ലാനായിട്ട് അനുവാദം കൊടുത്തിരുന്നു. ഓസ്ട്രേലിയയിലും കങ്കരു ദേശീയ മൃഗമാണ്, കങ്കരുവിനെ കൊല്ലാനായിട്ട് അനുവാദം കൊടുത്തിരുന്നു. ഒരു മാസമൊക്കെയാണ്. മുയലുകൊണ്ട് വിഷമിച്ചപ്പോൾ മുയലിനെ കൊല്ലാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ജനങ്ങളെ സംരക്ഷിക്കുവാനായിട്ട്, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുവാനായിട്ട് ഗവൺമെൻറ് ജനങ്ങളെ ഏതെങ്കിലും കഷ്ടപ്പെടുത്തി അവരെ കുടിയിറക്കുക എന്നുള്ളതല്ല ഗവൺമെൻറ് ലക്ഷ്യം. ഇന്ന് ഹൈറേഞ്ചിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ഇറങ്ങി പോകുന്നു. കാഞ്ഞിരവേലി എന്നുള്ളത് നേര്യമംഗലം പാലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ ഗവൺമെൻറ് സർ സി പി രാമസ്വാമിയിലാണോ പെട്ടെന്നാണോ ഇല്ലാണ്ട് കുടിയിരുത്തിയെന്ന് എനിക്കറിയാൻ വേണ്ട. അവർ കുടിയിരുത്തിയതാണ്, ശങ്കരൻ്റെ കാലത്ത് കുടിയിരുത്തിയതാണ് മാമലക്കണ്ണ ഭാഗത്ത് ആളുകളെ. ഇന്ന് അവിടെ ആളുകളെല്ലാം അവിടെ നിന്ന് ജീവിക്കാൻ വയ്യാത്ത നിലയിലായിട്ട് ആളുകൾ ഇറങ്ങി പോവുകയാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ വനംവകുപ്പിൻ്റെ യാതൊരു സഹായവും സംരക്ഷണവും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഉപദ്രവമാണ് ജനങ്ങളുണ്ടാകുന്നത്. വടാട്ടുപാറ സ്ഥലം ഗവൺമെൻറ് ജനങ്ങളെ വിളിച്ച് അവിടെ കുടിയിരുത്തി നേരെ കൃഷി ചെയ്തോളാൻ പറഞ്ഞ് അനുവദിച്ചതാണ്. എന്നിട്ട് വടാട്ടുപാറ ഇന്ന് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലായി. ജനങ്ങൾ അവിടെ നിന്ന് കുടിയിറങ്ങി പോവുകയാണ്, ജീവിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഗവൺമെൻറ് സംരക്ഷിക്കുന്നതിന് പകരം മൃഗങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ വളരെ ഖേദകരമാണ്, ദുഃഖകരമാണ്. പിതാവ് അങ്ങ് മെത്രാനായിരുന്ന ഒരു കാലഘട്ടത്തിൽ, വൈദികനായിരുന്ന കാലഘട്ടത്തിൽ വളരെ ചരിത്ര പ്രാധാന്യമേറിയ നിരവധി സമരങ്ങൾക്ക് അങ്ങ് നേതൃത്വം നൽകിയിട്ടുണ്ട്. സമുദായത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിനൊക്കെ വേണ്ടിയിട്ട്. 2006-10 കാലഘട്ടത്തിലൊക്കെ ഈ പാഠപുസ്തകങ്ങളിൽ നിരീശ്വരവാദം കുത്തിനിറയ്ക്കാൻ ശ്രമിച്ചതിനെതിരെ മതമില്ലാത്ത ജീവൻ, ആ പാഠപുസ്തകം നമ്മൾ എപ്പോഴും ഓർമ്മയിലുണ്ട്. അതിനെതിരെയൊക്കെ ശക്തമായിട്ട് അങ്ങ് പ്രതികരിച്ചു. ഇപ്പോൾ അങ്ങ് ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് കഴിഞ്ഞപ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം സമരമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, ഈ വനംവകുപ്പ് എടുത്ത ഈ ഒരു കേസ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഒരു നീക്കങ്ങൾ അങ്ങ് ഏതെങ്കിലും തരത്തിലുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉളവാക്കിയോ? ആ കേസ് എടുത്തു എന്നൊരു വാർത്ത കേട്ടപ്പോൾ അങ്ങയുടെ മനസ്സിൽ കടന്നു വന്ന ചിന്തകൾ എന്തൊക്കെയാണ്? എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരാളാണ്. വയസ്സ് 90 അടുത്തു. എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമെന്ന് പറഞ്ഞാൽ യാതൊരു ഭയവുമില്ല. ഭയം എന്നെ ജീവിതത്തിൽ ഇവരെ തൊട്ട് തേച്ചിട്ടില്ലാത്ത ഒരു വികാരമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് എന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാലോ പിഴ ഈടാക്കുമെന്ന് പറഞ്ഞാലോ ജയിലിൽ പിടിച്ചിരുന്നാൽ എനിക്ക് ഒരു പേടിയൊന്നുമില്ല. കാരണം ഒക്കെ അഭിമുഖീകരിക്കാൻ സന്നദ്ധനായിട്ടാണ് ഞാൻ പൂയംകുട്ടിക്ക് പോയത്. ഇനിയും ഇങ്ങനെയുള്ള സമരങ്ങളിൽ ഞാൻ പങ്കെടുക്കും. എന്ത് ചെയ്താലും ആ ശിക്ഷയെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് കഷ്ടപ്പാടിനും പ്രയാസത്തിനും ഞാൻ സന്നദ്ധനാണ്. ഞാൻ എന്നും അങ്ങനെയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും ഞാൻ നിലകൊണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഊണും ഉറക്കം ഉപേക്ഷിച്ച് അധ്വാനിച്ചിട്ടുണ്ട്, വേണ്ടി ഞാൻ നിലകൊണ്ടിട്ടുമുണ്ട്. ഇനിയും ഞാനവർക്ക് വേണ്ടി നിലകൊള്ളും അതിന് വേണ്ടിയിട്ട്. ഈ ഒരു കേസിൻ്റെ ഒരു വാർത്ത വന്നപ്പോൾ ഈ കോതമംഗലത്തിലെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു പിതാവേ? വലിയൊരു, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെയേറെ വലിയ പിന്തുണയായിരുന്നു. കാരണം ഇവിടെ MLA-മാരും MP-മാരോട് വന്നു, അതിനേക്കാളും താഴ്ന്ന ആളുകൾ ഇവിടെ വന്നു. എനിക്ക് അറിയാൻ ഇത്രയേറെ പൊതുജന പിന്തുണ ഉണ്ടാകും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എന്നും തന്നെ ജനങ്ങൾ ഇവിടെ സംഘം ചേർന്ന് ഇവിടെ വരും. രാഷ്ട്രീയ പാർട്ടികളും വന്നു, മറ്റ് ജനപ്രതിനിധികളും മറ്റു സംഘടനകളുടെ ആളുകളും വന്നു. ഇങ്ങനെ മാറി മാറി നിരന്തരം ജനങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാനായിട്ട് വന്നിരുന്നു. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല, ഞങ്ങൾ കൂടെ ഉണ്ട് എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കറിയാം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ജീവിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ശക്തമായിട്ട് അവരോട് പറഞ്ഞു, ഞാനവരെ ആശ്വസിപ്പിച്ചു, ഒന്നും ഭയപ്പെടേണ്ടതില്ല, എന്ത് ഭയപ്പെടാനോ എനിക്ക് അതിൽ നിന്ന് ആയുസൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ നാളെ അങ്ങ് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇന്ന് മരിച്ചാലും കുഴപ്പമില്ല. ഇനി അവബോധമുണ്ട്, അറിയിലപ്പുറം അവബോധമുണ്ട്. നമ്മളെല്ലാം മരണത്തെ നേരിട്ട് കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അവബോധമുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാൻ ഈ സമരത്തിൽ പിന്മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ എവിടെയാണ് ആഗ്രഹം
എന്ത് വേണോ അത് ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും. മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണ് പിതാവിനെതിരെ എടുത്ത ഈ ഒരു കേസ് ഒരുപക്ഷെ ഈ രാജപാത വീണ്ടും ഒരു പൊതുസമൂഹത്തിൽ കൂടുതൽ ഒരു ചർച്ചയ്ക്ക് ഇടയാക്കാൻ അത് ഇടവരുത്തിയിട്ടില്ലേ? അതൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു തിന്മയിലൂടെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലൂടെ ദൈവം ഒരു നന്മയ്ക്ക് അത് ഇടവരുത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ലേ? അത് അങ്ങനെ ചിന്തിക്കാം. കാരണം ജനങ്ങൾക്ക് അവബോധം ഉണ്ടായി. ഇതിനുമുമ്പ് ജനങ്ങൾ അവരുടെ കാര്യം നോക്കി വളരെ എളിയ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അവർ പൊതുപ്രവർത്തനങ്ങളൊന്നും പോയിരുന്നില്ല. ഇന്നിങ്ങനെ അവർ നോക്കിയപ്പോൾ ശരിയാണ്, ഗവൺമെൻറ് ഞങ്ങളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നില്ല. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം മന്ത്രി റിയാസ് പൂയക്കുട്ടി വരെയുള്ള റോഡ് വളരെ ഭംഗിയായിട്ട് നിർമ്മിച്ചു. തുടർന്നുള്ള ഭാഗം സർവേ നടത്താൻ പോലും PWD ഈ വനംവകുപ്പ് അനുവദിക്കുന്നില്ല, അനുവാദം കൊടുക്കുന്നില്ല. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൃത്യം ഞാൻ രേഖകളുടെ കണക്കായി രേഖയിലുണ്ട്. അത് 60 കാര്യങ്ങളും ഗവൺമെൻറ് ഈ രേഖ തിരുവിതാംകൂറിൻ്റെ പടം, വഴിയുടെ പടമുണ്ട്, വഴി എതിരെയാണ് പോകുന്നതെന്ന്, മൂന്നാർ റോഡ് പോകുന്നതാണെന്നും ആലുവ നേര്യമംഗലം കൂടിയുള്ള പോകുന്നതാണെന്ന് കൃത്യം ഇതിൻ്റെ പടങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എല്ലാ രേഖകളും പിതാവിൻ്റെ കയ്യിലുണ്ട്. എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. രേഖകൾ വായിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ ഈ രേഖകൾ വായിച്ചിട്ടും പഠിച്ചിട്ടുണ്ട്. കൃത്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യമാണിത്. വെറുതെ ജനങ്ങൾ കുടിയേറിയതല്ല. ഈ വർഷം 100 വർഷത്തിന് മുമ്പ് 1924 99 വെള്ളപ്പൊക്കം. അന്ന് ആ റോഡ് കേട് വന്നത്. അന്ന് ആ റോഡുണ്ട്. അന്നല്ല, പിന്നെയും കുറേ 50 വർഷം മുമ്പ് ഉണ്ടാക്കിയ റോഡാണ്. ഇത്രയും പഴക്കമുള്ള ഒരു റോഡില്ല എന്ന് പറഞ്ഞ് അങ്ങ് വനംവകുപ്പ് നിഷേധിച്ചാൽ പ്രയാസം ഉണ്ടാകും. ആ പഴയ റോഡിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണിച്ചു തരുന്നത്. കരിങ്കല്ല് കൊണ്ട് കെട്ടിയ കരിങ്കൽ. വേറെ റോഡിൻ്റെ ഭാഗങ്ങളാണിത്. കെട്ടിയ കരിങ്കല്ല് കെട്ടിയ റോഡ് പാലം പണിതിരിക്കുക. അപ്പോൾ അതൊന്നും ഇല്ല എന്നങ്ങോട്ട് അങ്ങ് നടിച്ചാൽ അവർക്ക് നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് ജനങ്ങളെ ഉപദ്രവിക്കാനാണ് ഞാൻ പറയുകയില്ല. ജനങ്ങൾ ഒഴിവാക്കി വനത്തെ വലുതാക്കുവാനുള്ള ഒരു ഉദ്ദേശമുണ്ട് ഗവൺമെൻറ്റിന് തോന്നും. ഗവൺമെൻറ് ഞാൻ ആകെ കൂടി കുറ്റം പറയുകയില്ല. ഗവൺമെൻറ്റിലെ ചിലവർക്ക് പ്രത്യേകിച്ച് വനം വകുപ്പിന്, മന്ത്രി ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ വനം വകുപ്പിന് ആകമാനം ജനങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കി വനം വലുതാക്കുക. പിന്നെ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കെല്ലാം അറിയാം എന്താണെന്ന്. $500 കോടി ഓരോ വർഷം കാർബൺ ക്രെഡിറ്റിൻ്റെ പേരിൽ അങ്ങോട്ട് കിട്ടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഞാൻ കണക്ക് അതിനോട് എങ്ങനെയാണ് എൻ്റെ കേൾവി എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കാർബൺ ക്രെഡിറ്റ് കൂട്ടണമെങ്കിൽ വനം കൂടണം. അപ്പോൾ എങ്ങനെയാണ് വനം വലുതാക്കുക, ജനം ചെറുതാകുക, മൃഗം വലുതാകുക, ജനം നശിക്കുക. ഇന്ന് വനം ഹൈ റേഞ്ചിൽ ഉണ്ടായിരുന്ന പല ആളുകളും അവിടുന്ന് കുടിയിറങ്ങിപ്പോകുന്നു. പൈങ്ങോട്ടൂർ, വണ്ണപ്പുറം, ഞാർക്കാട്, മോറക്കോടം പ്രദേശങ്ങളിലെല്ലാം ഹൈ റേഞ്ചിൽ താമസിച്ച ആളുകൾ ഇറങ്ങി താമസിക്കാൻ തുടങ്ങി. ഇതിനാണ് ഹൈ റേഞ്ചിൽ താമസിക്കാൻ പറ്റാത്ത വിധത്തിലായി മൃഗശല്യം, വന്യമൃഗശല്യം. ആളുകൾ അവിടെ നിന്ന് ഉപേക്ഷിച്ച് സ്വന്തം വീട് ഉപേക്ഷിച്ചിട്ട് ഇവിടെ 5 സെൻറ്റും 10 സെൻറ്റും വാങ്ങിച്ച് ജീവിക്കുക. അവിടെ ഏക്കറുകളുണ്ടായിരുന്ന സ്ഥലം വിട്ടിട്ട് ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്. പിതാവ് കഴിഞ്ഞ ദിവസം പിതാവിനെതിരെ എടുത്ത ആ ഒരു കേസിൻ്റെ പേരിൽ കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ കോതമംഗലം പട്ടണത്തിൽ നടന്ന ഒരു പ്രതിഷേധ ജാഥ, അത് പന്തംകുളത്തി ഒരു പ്രതിഷേധം, അഭിവന്ദ്യ മടത്തിക്കണ്ടത്തിൽ പിതാവാണ് അതിന് നേതൃത്വം നൽകിയത്. ഒരുപക്ഷെ സംഘാടകരുടെ പോലും പ്രതീക്ഷകളെ കവച്ചു വെച്ചുകൊണ്ട് ആയിരങ്ങളാണ് ആ ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. മടത്തിക്കണ്ടത്തിൽ പിതാവ് തന്നെ പറയുകയുണ്ടായി, ഞാൻ ഇനിയും ആ വഴിയിൽ കൂടെ ഞാൻ നടക്കും, അറസ്റ്റിന് ഞാൻ ഭയക്കുന്നില്ല എന്നൊക്കെ കൃത്യമായി മടത്തിക്കണ്ടത്തിൽ പിതാവും പറയുകയുണ്ടായി. അപ്പോൾ പിതാവിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു സപ്പോർട്ട്, അഭിവന്ദ്യ മടത്തിക്കണ്ടത്തിൽ പിതാവിന് ലഭിക്കുന്ന ഒരു പിന്തുണ, കോതമംഗലം രൂപതയിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ, ആ ഒരു പ്രതിഷേധ ജാഥ റാലി വളരെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവിന് മനസ്സിനൊരു ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഉണ്ട്. കാരണം ഈ എല്ലാ സമരത്തിനും ഇതിനു മുമ്പ് ഉരുളത്തണ്ടിയിൽ ഒരാൾ വധിക്കപ്പെട്ടു, ആന ചവിട്ടിക്കൊന്നു. കാഞ്ഞിരവീലിൽ ഒരു പാവം സ്ത്രീ ആന ചവിട്ടിക്കൊന്നു. അതുപോലെ തന്നെ മുതുവാന്മാരുടെ അവിടെ ആ ഒരു മനുഷ്യനെ ആന കൊന്നു. ഈ 3 സംഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനകമാണ്. അവിടെ എല്ലാം കോതമംഗലത്ത് പ്രതിഷേധ ജാഥകൾ നടത്തിക്കേണ്ടത് എല്ലാത്തിനും പോയിരുന്നു, ജനപ്രതിനിധി എല്ലാത്തിനും പോയിരുന്നു. എനിക്ക് ബന്ധപ്പെടുകയും ഞാൻ പൂയംകുട്ടിയിലെ മീറ്റിംഗ് ചെയ്യുന്നപ്പോൾ മാങ്കുളത്തു നിന്നും വന്ന ഒരു സംഘം, മാങ്കുളത്തു നിന്നും അവരോട് വന്നത് കല്ലാറ് കൂടി അടിമാലി കൂടി ചുറ്റി വളഞ്ഞ്
80 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ വന്നത്. അവർ ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് മാത്രം വന്നതാണ്. ഞങ്ങൾക്ക് ഇതിൽ നേരെ അങ്ങ് പോയാൽ ഇവിടെ നിന്നും ഈ 27 കിലോമീറ്റർ കൃത്യമുള്ളൂ. ഈ പോയിക്കൂട്ടി 27 കിലോമീറ്റർ ഞങ്ങളുടെ മാങ്കുടത്തെത്താം. പക്ഷേ ഞങ്ങളുടെ ചുറ്റിക്കറങ്ങിയത് 80 കിലോമീറ്ററുടെ അതിൽ അവിടെ വന്നത്. പിതാവിൻ്റെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണം ഉദ്ദേശിച്ച് മനഃപൂർവ്വം ഈ യാത്രയെല്ലാം ചെയ്ത് വന്നതാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ അച്ഛൻ പ്രസംഗിക്കുകയും ചെയ്തു. അവിടെ ഒത്തിരി ആളുകൾ വന്നായിരുന്നു. പിന്നീട് അവർ മാങ്കുളത്ത് ഒരു പ്രതിഷേധം നടത്തി. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം മാങ്കുളത്ത് നടത്തി. ആനക്കുളത്തും നടത്തിയെന്നാണ് ഞാൻ കേട്ടത്. കോതമംഗലത്തും ഏതാനും പല സംഘടനകളുടെ നേതൃത്വത്തിൽ ഒത്തിരി പ്രതിഷേധങ്ങൾ നടന്നു. അതിനെല്ലാം ശേഷം ആളുകൾ ഇവിടെ വരുമായിരുന്നു. ഞങ്ങളിങ്ങനെ ചെയ്തു. ഞായറാഴ്ചയാണ് പന്തം കൊളുത്തി പ്രകടനം. എല്ലാവരും അത്ഭുതപ്പെടുത്തി. ഒത്തിരിയേറെ ആളുകൾ പന്തം കൊളുത്തി പ്രകടനത്തിന് വരുന്നു പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി. കാരണം ജനങ്ങളുടെ ഒരു വേദനയായി കാണിക്കുന്നത്. വെറുതെ ആഹ്ലാദിക്കാൻ വന്നതല്ല, നൃത്തം കാണാൻ വന്ന, അല്ലെങ്കിൽ ഉത്സവത്തിന് വന്നതല്ല. അവിടെ വേദന കൊണ്ടാണ് ജനങ്ങൾ റോഡിലോട്ട് ഇറങ്ങുന്നത്. ആ ജനത്തെ സംരക്ഷിക്കേണ്ടത്, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ നാട് ഭരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തമാണ്. കണ്ടില്ല എന്ന് വയ്ക്കുന്ന അവസ്ഥയിൽ കഠിന ഹൃദയന്മാർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങളുടെ വേദന കണ്ടില്ല എന്ന് വിചാരിക്കാൻ. അവിടെ റോഡ് കഴിയുന്നത് വേഗം ഉണ്ടാക്കണം, അത് തുറന്നു കൊടുക്കണം. ആ വഴിക്കൂടി പോയി കുട്ടി വന്നാൽ ആ റോട്ടി മുതുവാങ്ങാരം മുഴുവൻ അവർക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ പെരുമ്പംകുത്ത്, മാങ്കുളം, ആനക്കുളം, വിരിപാറ, കുരിശുപാറ, എല്ലാവർക്കും. തീർച്ചയായും പിതാവേ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടല്ല എങ്കിലും മറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കണം. വിരമിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 വർഷത്തോളം ആകാൻ പോകുന്നു. ഈ വിശ്രമ ജീവിതം എങ്ങനെ നയിക്കുന്നു പിതാവേ? പിതാവിൻ്റെ ഒരു ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് വിശ്രമ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആദ്യ മാസങ്ങളിൽ ദിവസങ്ങളിലൊക്കെ എഴുതുമായിരുന്നു, പുസ്തകം എഴുതുമായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ നിർത്തി. കാരണം എന്ന് വെച്ചാൽ പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഞാൻ 6 പുസ്തകങ്ങൾ ഇവിടെ വന്നിട്ട് എഴുതി. പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ തന്നെത്താനെ അതെല്ലാം നല്ല വടിവത്തെ അക്ഷരത്തിൽ എഴുതണം. പിന്നെ അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ പ്രൂഫ് തിരുത്തണം. പിന്നെ അത് കാശ് കൊടുക്കണം. ശേഷം അധികം പേര് വായിക്കുന്നില്ല. പുസ്തകം വായിക്കുന്ന ആ ശീലം സമൂഹത്തിൽ പൊതുവെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ എങ്ങനെയാണ് വായിക്കുന്നത് നോക്കുമ്പോൾ കുട്ടികൾ വായിക്കുന്നുണ്ട്, മൊബൈലാണ് വായിക്കുന്നത്, ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് ഇവിടെ 5 വയസ്സായിരുന്ന കുട്ടിയുണ്ട്. അവൻ വൈകുന്നേരം അവൻ്റെ അമ്മ അവന് 1 മണിക്കൂർ നേരം മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട്. അവൻ 2-ലോ 3-ലോ ഒക്കെയാണ്. അപ്പോൾ 5 മുതൽ 6 മണി വരെയാണ് മൊബൈൽ നോക്കുന്നത്. അതിനെപ്പറ്റി മിക്കവാറും കുട്ടികൾ ഈ വായനാശീലം ഇല്ലാതായി മൊബൈലിലോട്ട് മാറി. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പുസ്തകം എഴുതി കഴിഞ്ഞാൽ ഉപകാരമൊന്നുമില്ല. ഞാനതുകൊണ്ട് പുസ്തകം എഴുത്ത് വാസ്തു നിർത്തി എന്ന് പറയാം. പക്ഷെ വായിക്കുന്നുണ്ട്, ഇത്തിരി വായിക്കും. എനിക്ക് സമയം നല്ലൊരു ലൈബ്രറിയൊക്കെ ഉണ്ട്. എനിക്ക് ഭാഷകളൊക്കെ അറിയാം. ഫ്രഞ്ചും ജർമ്മനും ഇറ്റാലിയനും ഇംഗ്ലീഷും ഗ്രീക്കും ഹീബ്രുവും ഒക്കെ എനിക്കറിയാം. അതിൽ മാറി വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട്. അവിടെ ബസ്സിൽ തൂങ്ങി നിന്നുകൊണ്ട് പുസ്തകം വായിക്കുന്ന ആളുടെ പാരീസിലെ കാണാൻ പറ്റും. മെട്രോയിൽ നിന്നുകൊണ്ട് കമ്പിയെ തൂങ്ങി നിന്നുകൊണ്ട് പുസ്തകം വായിച്ചുകൊണ്ട് പോകുന്ന ആൾ കാണാൻ പറ്റും. അതിൽ നേരമില്ല, 15 മിനിറ്റ് കാണാൻ നേരം വായിച്ചു, പിന്നെ ഇറങ്ങിപ്പോകും. മ്യൂസിയത്തിൽ ചെന്ന് ബിബ്ലിയോതെക് നാഷണൽ മ്യൂസിയം ഉണ്ട് പാരീസിൽ. അവിടെ ചെന്നപ്പോൾ അവിടെ എൻ്റെ അടുത്തിരുന്നൊരു അമ്മമ്മ, 90 വയസ്സുള്ള അമ്മമ്മയാണ്. ഒന്നിനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആ മനുഷ്യർക്ക് വായിക്കണം, പഠിക്കണം ചിന്തയുണ്ട്, ഇപ്പോഴും അവർക്കുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ലൈബ്രറി ഉണ്ട് ലണ്ടനിൽ. അവിടെ ചെന്നാൽ അത് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന കളവന്മാർ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫീലിംഗ്. ഇത്രയും പ്രായമായ മനുഷ്യർ വായിക്കുന്നുണ്ട്. അവർക്കതുണ്ട്. അവർ ടെലിഫോൺ ഉണ്ടെങ്കിൽ, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും വായനയിൽ നിന്ന് അവർ മാറിയില്ല. അവർ ക്ലാസിക്സ് ഒക്കെ വായിക്കും. സാധാരണ നോവലുകളൊന്നും അല്ല, പ്രധാനപ്പെട്ട വലിയ വില പിടിച്ച പുസ്തകങ്ങളൊക്കെ അവർ വായിക്കും. അതുകൊണ്ട് ഞാൻ എഴുത്ത് നിർത്താൻ കാരണം ഇതാ, വായന ഇവിടെ ഇല്ല. എഴുതിയാലും ആരും വായിക്കില്ല. ഞാൻ പറഞ്ഞു എഴുതണ്ടെന്ന് വെച്ചു. പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന, ഒരു വായന. പിന്നെ ഞാൻ പ്രോഗ്രാമിനൊക്കെ എന്നെ വിളിക്കുന്നിടത്തൊക്കെ പോകാറുണ്ട്. ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം 90 വയസ്സായെങ്കിലും നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. വലിയ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വാർദ്ധക്യത്തിൻ്റെതായ ക്ഷീണമൊക്കെ ഉണ്ട്. മാർപ്പാപ്പായി ഞാനുമായിട്ട് വലിയ പ്രായവ്യത്യാസമില്ല. മാർപ്പാപ്പായി ഒരു 4 മാസം മാർപ്പാപ്പ എന്നെ താഴെയാണ്. എനിക്ക് 4 മാസം കൂടുതൽ.
ലാസ്റ്റായിട്ട് ഒരു ചോദ്യം കൂടി. ഈ ഇടുക്കി രൂപതയ്ക്ക് ജന്മം കൊടുത്തത് അങ്ങാണ്. മാത്രമല്ല അഭിമന്യ പോത്തരാമൊഴി പിതാവ് പാകിയ ഒരു അടിസ്ഥാനത്തിന്മേൽ കോതമംഗലം രൂപതയെ വളർത്തിയത് വർഷങ്ങളോളം അങ്ങ് നയിച്ചു. കോതമംഗലം രൂപതയുടെ സമസ്ത മേഖലകളിലും സാമൂഹിക, ആത്മീയവും ഭൗതികമായിട്ടുള്ള മേഖലകളിൽ കോതമംഗലം രൂപതയെ പടുത്തുയർത്തിയതും അങ്ങാണ്. അപ്പോൾ കോതമംഗലം രൂപത, ഇടുക്കി രൂപത, ഈ രണ്ട് രൂപതകൾ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന ഒരു വളർച്ച അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു പിതാവ്? പോത്തനാമൊഴി പിതാവ് സ്ഥാനം വയ്ക്കുന്നത് 1957 ജനുവരിയിലാണ്. അദ്ദേഹം 1977 ഏപ്രിലിൽ വിരമിക്കുകയും ചെയ്തു. അങ്ങനെ 20 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഇടുക്കി ഭാഗത്ത് 14 ഷെഡുകളേ ഉണ്ടായിരുന്നുള്ളൂ. പള്ളിയായിട്ട് കല്ലുകൊണ്ട് പണിത 1-2 കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഇടുക്കി രൂപതയിൽ. അദ്ദേഹം മാറി ഞാൻ വരുമ്പോഴും ഇത് കുറച്ച് 3-4 പള്ളികളെ കല്ലുകൊണ്ട് പണിത പള്ളികളുള്ളൂ. മറ്റെല്ലാം തടി കൊണ്ടുള്ള ഷെഡുകളും പുല്ലുമേഞ്ഞ പള്ളികളൊക്കെ ആയിരുന്നു. ഞാൻ മാറുമ്പോൾ 100ഓളം പള്ളികൾ കല്ലുകൊണ്ട് പണിത ഓടുമേഞ്ഞ അല്ലെങ്കിൽ ഷീറ്റ് മേഞ്ഞ പള്ളികളുണ്ടായിരുന്നു. പള്ളിക്കൂടങ്ങളായിട്ട് 3 പള്ളിക്കൂടങ്ങൾ ഞാൻ അവിടെ സ്ഥാനം വെക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഇടുക്കി ഭാഗത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടുക്കിയിൽ 3 സ്കൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പാറത്തോട് പിന്നെ 2 പള്ളിക്കൂടങ്ങളിലുണ്ടായിരുന്നു അവിടെ ഇടുക്കിയിൽ. ഞാൻ മാറുമ്പോൾ 100 പള്ളിക്കൂടങ്ങളോളം. എൻ്റെ ഇവിടെ കൊണ്ടല്ല, ഈ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക പരിഗണന വന്നുകൊണ്ടാണ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി PJ ജോസഫ് ഒരു അനുകമ്പ് കാണിച്ചു. ഇനി അച്ഛന്മാർ ചത്ത് പണിതു, ജനങ്ങളും അവരുടെ സർവ്വ കഴിവ് ഉപയോഗിച്ച് പണിതു. പള്ളിക്കൂടങ്ങളുണ്ടായി, പള്ളികളുണ്ടായി. അങ്ങനെ മാറുമ്പോൾ കോതമംഗലത്തെക്കായാലും ഡെവലപ്ഡായിരുന്നു ഇടുക്കി രൂപത. അങ്ങനെ നന്നായിട്ട് വികസിച്ചു. നല്ല പള്ളികളെല്ലാം പണിതു, നല്ല പള്ളിമുറികൾ, നല്ല പള്ളിക്കൂടങ്ങൾ, നല്ല റോഡുകൾ. വൈദികർ റോഡുണ്ടാക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. റോഡുണ്ടാക്കാനായിട്ടും ഇലക്ട്രിസിറ്റി കൊണ്ടുവരാനായിട്ടും ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാനായിട്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് കൊണ്ടുവരാനായിട്ട് അച്ഛന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനത്തെ അച്ഛന്മാർ. കാരണം വൈദികനായി കഴിഞ്ഞാൽ ഉടനെ ഇടുക്കിക്ക് അയച്ചിരുന്നത്. ഈ 25 കൊല്ലം അധ്വാനിച്ച ശേഷം ആണ് നാട്ടിലോട്ട് പോന്നിരുന്നത്. ആദ്യത്തെ 25 കൊല്ലം ഇടുക്കിയിലെ ജോലി ചെയ്യണം. അപ്പം അങ്ങനെ ഇടുക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു രൂപതയെ ഇടുക്കി പ്രത്യേക രൂപതയാക്കി മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ 2003 ഇടുക്കി ഒരു പ്രത്യേക രൂപതയായിട്ട് വേർതിരിച്ചു കൊടുത്തു. അത് നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എല്ലാ ആശംസകളും പിതാവേ. തീർച്ചയായിട്ടും വിശ്രമ ജീവിതത്തെ ഇനിയും കൂടുതൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് നടത്തുന്ന ഈ പോരാട്ടത്തെ ദൈവം കൂടുതൽ സമർത്ഥമായിട്ട് ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർക്കാരിന് വനത്തോടനുബന്ധിച്ച പ്രദേശങ്ങളിൽ, വനത്തോട് അടുത്ത ഭാഗങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പ്രത്യേകം സഹായം വേണം. സർക്കാരിൻ്റെ സഹായം വേണം. സർക്കാരിൻ്റെ പരിഗണന വേണം. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആന ചവിട്ടിക്കൊന്ന് 5000 രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് കാര്യമില്ല. ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനാണ് ഗവൺമെൻറ്. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ എന്ത് കാണിക്കും? ആരുടെ അടുത്ത് പോകും? ഇപ്പോൾ വളരെയേറെ സഹാനുഭൂതി, സഹായം വേണ്ട ഒരവസ്ഥയിലാണ് ജനങ്ങൾ. പ്രത്യേകിച്ച് വനമേഖലയിൽ ജീവിക്കുന്നവരാണ് ഉദ്ദേശിക്കുന്നത്. വനത്തോടടുത്ത് വനത്തിൻ്റെ അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നത്. സർക്കാർ മനസ്സ് അരിഞ്ഞ് സഹായിക്കണം, അവരെ സംരക്ഷിക്കണം. ഏത് തരത്തിൽ സംരക്ഷിക്കണമെന്ന് നോക്കണം. സംരക്ഷിക്കണം, അവരെ വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. അങ്ങനെ സർക്കാരിന് നല്ല മനസ്സുണ്ടാകും. റോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പൂയംകുട്ടി മാങ്കുളം റോഡ് താമസിയാതെ സർവേ ചെയ്ത് വളർത്തി. അന്നത്തെ റോഡും PW റോഡിൻ്റെക്കാളും ഒത്തിരി കൂടുതലെടുക്കേണ്ടതെന്ന് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് അങ്ങോട്ട് കയറാനും അവർക്ക് അവകാശമില്ല. അപ്പോൾ PW റോഡ് അന്ന് വീതി റോഡായിരുന്നു. ആ റോഡ് നവീകരിച്ച് മാങ്കുളം വരെ, മാങ്കുളം തൊട്ടടുത്ത് നല്ല റോഡുണ്ട്, മാങ്കുളം വരെ എത്തിക്കുന്നതിന് ദൈവം സർക്കാരിന് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ വനം വകുപ്പ് മന്ത്രിക്ക് മാത്രമല്ല, നമ്മുടെ PWD മന്ത്രി, PWD താല്പര്യമുണ്ട്. PWD മന്ത്രിക്കും ഇവിടെ എല്ലാം താല്പര്യത്തോടുകൂടി റോഡ് വികസിപ്പിച്ച് ജനങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യാൻ പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. അങ്ങനെ വിലയേറിയ സമയം ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചതിന് അങ്ങേക്ക് ഒത്തിരി നന്ദി പിതാവേ. താങ്ക് യു. ഓക്കെ.